എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ പെറോണയായിരിക്കും കാണിക്കുക. അവളാണെങ്കിൽ ബ്ലാക്ക് ബിയേർഡിന്റെ ആ ഒരു വലിയ ഐലാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയുള്ള പ്രിസണിലാണ് ഗഗ്ഗോ മുറിയെ ലോക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മാസ്റ്റർ ഗഗ്ഗോ മുറിയെ ഇവിടുന്ന് മോചിപ്പിക്കണം, അതിനാണ് ഞാൻ ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവൾ നൈസായിട്ട് ആ സെല്ലിന്റെ അകത്തേക്ക് വരും. ചുറ്റും നോക്കും ബ്ലാക്ക് ബിയേർഡിന്റെ അസിസ്റ്റൻസ്. അവരാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു ഭാഗത്തിരുന്ന് കാർഡ്സ് കളിക്കുകയാണ്. ആ ഗ്യാപ്പിൽ അവൾ അകത്തേക്ക് കയറും. അവൾ അങ്ങനെ ക്യാഷ്വലായിട്ട് കടന്നു വരുമ്പോൾ രണ്ട് സോൾജിയേഴ്സ് അവളുടെ മുൻപിലേക്ക് വരും. സത്യം പറയും, നീ ആരാ, എന്തിനിവിടേക്ക് വന്നു? അതിനവൾ ടെററായിട്ട് ഉച്ചത്തേക്ക് വന്ന് അവരോട് പറയും, ഞാനാണ് ഗോസ്റ്റുകളുടെ രാജ്ഞി പെറോണ. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വഴി തടയും ചോദിച്ച് അവൾ അവളുടെ ഗോസ്റ്റ് പവർ അവരുടെ ദേഹത്തേക്ക് കയറ്റി വിടുകയാണ്. നെഗറ്റീവ് സോൾസ് അവരുടെ ബോഡിയിലേക്ക് കയറേണ്ട താമസം അവർ കംപ്ലീറ്റ് ആയിട്ട് സാഡായി ഡൗൺ ആയി താഴേക്ക് വീഴും. ആ ഗ്യാപ്പിൽ ആ സെല്ലിന്റെ കീ അത് അവൾ അടിച്ചു മാറ്റുകയാണ്. അതിനുശേഷം ഓരോരോ അവൾ ചെക്ക് ചെയ്ത് മുൻപോട്ടേക്ക് വരും. ഗഗ്ഗോ മുറിയ അവളുടെ മാസ്റ്റർ, അദ്ദേഹം അവിടെ എവിടെയാണ് ഉള്ളതെന്ന് അറിയാനായിട്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ കണ്ണാടി പയ്യൻ, അവന്റെ കാലിൽ രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ വലിയൊരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. അവൻ ആ ഒരു ബോംബ് ഉപയോഗിച്ച് തന്നെ എക്സസൈസ് ചെയ്യാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ പെണ്ണ് അതുവഴി കടന്നു വരിക. അവളാണെങ്കിൽ ഓരോരോ സെല്ലുകളിലായിട്ട് കയറി ഇറങ്ങി വരുമ്പോൾ അതിൽ ഒരുപാട് പേര് പട്ടിണി കിടന്ന് മരിച്ചായിട്ട് അവൾ കാണും. അപ്പോഴായിരിക്കും കണ്ണാടി പയ്യനെ ഒരു സെല്ലിൽ കാണുക. നോ, നീയും ഈ ബ്ലാക്ക് ബിയേർഡിന്റെ കസ്റ്റഡിയിൽ പെട്ടുപോയോ? നീ ആ നേവിയിലെ ഒരു കമാൻഡർ അല്ലേ? അതിന് കണ്ണാടിപ്പയ്യൻ പറയും, അതെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അവളാണെങ്കിൽ കണ്ണാടിപ്പയ്യനുമായിട്ട് ഒരു ഡീൽ വെക്കും. ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താം, പക്ഷെ അതിന് പകരമായിട്ട് എന്റെ ബോസ് ഗഗ്ഗോ മുറിയെ അദ്ദേഹത്തെ കണ്ടെത്താൻ എന്നെ സഹായിക്കണം. കണ്ണാടിപ്പയ്യനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. കാരണം അവനൊരു നേവി ഓഫീസറാണ്. അവനെ കൊണ്ട് ഒരിക്കലും പൈററ്റ്സുകളെ രക്ഷപ്പെടുത്താനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ സാധിക്കില്ല. പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. സോ എന്ത് വേണമെന്നറിയാതെ അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ആലോചിച്ചു കൊണ്ടേ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പൈററ്റ് ഐലാൻഡ് കാണിക്കും. അവിടെ ഇപ്പൊ ന്യൂസ് സ്പ്രെഡ് ആവും. കണ്ണാടി പയ്യൻ അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. അവനെ തിരികെ പിടിക്കുന്നവർക്ക് സ്റ്റാർ ബൗണ്ടിയാണ് സമ്മാനമായിട്ട് കൊടുക്കുക. 1 സ്റ്റാർ എന്ന് പറഞ്ഞ 100 മില്യൺ. സോ 500 മില്യൺ ആണ് അവനുള്ള റിവാർഡ്. അത് കേട്ട് എല്ലാവരും കണ്ണാടി പയ്യനെ അവനെ കണ്ടെത്താനായിട്ട് ഐലാൻഡിന്റെ മുക്കിലും മൂലയിലും അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കണ്ണാടി പയ്യനെ കാണിക്കും. അവൻ രക്ഷപ്പെട്ടത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ അവൻ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ആരുടെയും കണ്ണിൽ പെടാതെ ഇരുട് നിറഞ്ഞ ഒരു ഗുഹയിലൂടെ കടന്നു വരികയാണ്. അവന്റെ കൂടെയുള്ളവരാണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഒരുപാട് കാലമായി ഇതിന്റെ അണ്ടറിൽ അവന്റെ സ്ലേവ്സ് ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞു വരികയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് മോചിക്കപ്പെട്ടത്. അതിനവൻ പറയും, നിങ്ങൾ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആരും ആരുടെയും അടിമകളല്ല. ഞാനൊരു നേവി സോൾജിയറാണ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ തലയോട്ടി പോലുള്ള ബിൽഡിങ്, അതാണെങ്കിൽ അവിടെയുള്ള പൈററ്റ്സുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആളനക്കം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആ കണ്ണാടി പയ്യനും ബാക്കിയുള്ളവരും അവര് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയും. സോൾജിയേഴ്സ് ആണെങ്കിൽ അത് കേട്ട് ആ ബിൽഡിങ്ങിനോട് പറയും, തീർച്ചയായിട്ടും അവർ ഞങ്ങൾ വെറുതെ വിടില്ല. അവറ്റകളെ എല്ലാത്തിനെയും കൊന്ന് 5 സ്റ്റാർ റിവാർഡ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ നേടിയെടുക്കും. അത് കേൾക്കേണ്ട താമസം ആ ചുമരാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ അടർന്നു വരികയാണ്. ഗായ്സ് ആർ അൺബിലീവബിൾ. അവരെ ആരെയും കൊല്ലാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ആ കണ്ണാടി പയ്യനെ അവന് ജീവനോട് കൂടെ തന്നെ കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിപ്പുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾ അവനെ കൊന്നു കളഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാര്യം ഞാൻ ബ്ലാക്ക് ബിയേർഡിനെ അറിയിക്കുന്നു പറഞ്ഞ് അവൻ അവരെ വരട്ടുകയാണ്. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കണ്ണാടി പയ്യൻ അവനും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ ആ ബിൽഡിംഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ട് പേടിക്കുകയാണ്. കണ്ണാടി പയ്യന്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പൊ അവരുടെ ഹോപ്പ് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. നീയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അവർ കണ്ണാടി പയ്യനോട് പറയും. അതിനവൻ പറയും, ഞാനൊരു നേവി സോൾജിയറാണ്. മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. സോ നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ആ വില്ലന്മാരെ ഞാൻ ഡൈവേർട്ട് ചെയ്യാം. ആ ഗ്യാപ്പിൽ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞ് അവൻ ആ സോൾജിയേഴ്സിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. ആ ഗ്യാപ്പിൽ ആ പ്രിസണേഴ്സ് എല്ലാവരും പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് ആ ഷിരിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും ആ ബിൽഡിങ്ങിൽ തന്നെയാണുള്ളത്. അവനാണെങ്കിൽ ആ പിസറുവിനോട് ചോദിക്കും, എന്തുകൊണ്ട് നീ അവരെ രക്ഷപ്പെടാനായിട്ട് അനുവദിച്ചു? അവൻ പറയും, ഞാൻ എൻ്റെ പവർ യൂസ് ചെയ്ത ഈ ഐലാൻഡ് തന്നെ തകർന്നു പോകും. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ മാത്രം ഞാൻ പാസ് ചെയ്യണേ. അവരായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും മറ്റൊരുത്തൻ ബബിളിൽ അവിടേക്ക് കടന്നു വരിക. അവനാണെങ്കിൽ അവരോട് പറയും, എൻ്റെ പവർ ഉപയോഗിച്ച് ഈ ഐലാൻഡ് മുഴുവൻ ഞാൻ കത്തിക്കാം. അങ്ങനെ ആവുമ്പോൾ ഒരു രക്ഷപ്പെട്ടു പോവില്ല. അതിനവർ രണ്ടുപേരും അവനോട് ദേഷ്യപ്പെടുകയാണ്. അവനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് പോകും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒരു ജയന്റ്, അവനാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഇവിടെ നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ആ സോൾജിയേഴ്സിനെ ഡൈവേർട്ട് ചെയ്ത് ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടി വരുമ്പോഴായിരിക്കും ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ആഞ്ഞെട്ടിക്കുക. അവനാണെങ്കിൽ അവളോട് സോറി പറയും. അതിനവള് പറയും, സാരമില്ല,
സത്യത്തിൽ ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു. നിന്നെ പിടിച്ചു കൊടുത്ത 5 സ്റ്റാർ കിട്ടും. അത് കേട്ട് കണ്ണാടിപ്പയ്യൻ ഞെട്ടും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അടുത്ത നിമിഷം അവളാണെങ്കിൽ കണ്ണാടിപ്പയ്യന്റെ പേര് വിളിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവിടെയുള്ള സോൾജിയേഴ്സ് എല്ലാവരും ഇപ്പൊ അവനെ ഫോളോ ചെയ്ത് ഓടാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ കണ്ണാടിപ്പയ്യൻ അവൻ മുൻപോട്ടേക്ക് ഓടെ ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കടന്നു വരികയാണ്. ഫ്ലാഷ് ബാക്കില് ബ്ലാക്ക്ബിയർഡ് കണ്ണാടിപ്പയ്യനെ പിടിച്ചു വലിക്കുകയാണ്. അതിനുശേഷം അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഈ പൈററ്റ് ഐലാൻഡ് ഇത് ഒരു രാജ്യമാക്കി ഞാൻ മാറ്റാൻ പോവാണ്. എന്റെ അസിസ്റ്റൻസും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പൈററ്റ്സിനെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഗവൺമെന്റിന്റെ അഫിലിയേഷനോട് കൂടെ ഇതൊരു രാജ്യമാക്കി ഞാൻ മാറ്റും. പിന്നീട് ഞാനായിരിക്കും ഈ രാജ്യത്തിന്റെ കിങ്. നിനക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്താ? അതിന് കണ്ണാടിപ്പയ്യനാണെങ്കിൽ പുച്ഛിച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഇത് നടക്കാനായിട്ട് പോകുന്നില്ല. നേവി ഒരിക്കലും പൈററ്റ്സുകളെ സപ്പോർട്ട് ചെയ്യില്ല. അത് കേട്ട് ബ്ലാക്ക് ബിയർഡ് ചിരിക്കും. ഞാൻ നിന്നെ വെച്ചാണ് നേവിക്ക് മുൻപിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിനക്ക് വേണ്ടി എൻ്റെ ഈ ചെറിയ ആഗ്രഹം അത് തീർച്ചയായിട്ടും നേവി ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കണ്ണാടിപ്പയ്യനെ നോക്കി പരിഹസിക്കും. ഉടനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവക്കിജിയും ബ്ലാക്ക് ബിയർഡിനോട് പറയും, നിന്റെ ഈ ആഗ്രഹം നടക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവക്കിജിയെ കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം അവക്കിജി ഒരു നേവി സോൾജിയർ ആയിരുന്നു. പക്ഷെ അവൻ ലാസ്റ്റ് ടൈം റിസൈൻ ചെയ്താണ് ഈ ബ്ലാക്ക് ബിയർഡിന്റെ കൂടെ ചേർന്നത്. പക്ഷെ അവൻ ഇപ്പോഴും നേവിയിലെ ഒരു മെമ്പർ തന്നെയാണ്. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ തീർത്തു പറയും, ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഗവൺമെന്റ് വെറുതെ വിടില്ല. കണ്ണാടിപ്പയ്യൻ, തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യാതിരിക്കില്ല. നിന്നെ ഇഷ്ടമുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. സോ നിന്നെ വെച്ച് ഞാൻ വിലവേശി എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കും. എന്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വളരെ വേഗം നിന്നിലൂടെ എത്തും. സ്വപ്നങ്ങൾ നിറവേറുന്നതുവരെ ഇവൻ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച ആ സോൾജിയേഴ്സിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ കണ്ണാടിപ്പയ്യനെ അവിടെയുള്ള സെല്ലിൽ ലോക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള നമ്മുടെ കണ്ണാടിപ്പയ്യനാണ് ഇപ്പൊ രക്ഷപ്പെട്ടത്. അവൻ ആ കാര്യങ്ങളെല്ലാം ഒരു സെക്കൻഡ് ആലോചിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ആ ബ്ലാക്ക് ബിയർഡ് എന്നെ വെച്ച് നേവിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ നേടിയെടുക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവിയാണെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് ഓടും. ഓൾറെഡി അവന്റെ കാലിൽ ആ വലിയ ബോംബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാരവും അവനെ കൊണ്ട് താങ്ങാനാവില്ല. കണ്ണാടിപ്പയ്യനാണെങ്കിൽ വലിയ കുറ്റബോധം. കാരണം ഒരു പൈററ്റിന്റെ ഹെൽപ്പോട് കൂടെയാണ് ഇപ്പൊ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പുറകിൽ വലിയൊരു പടയുണ്ട്. അവർ തന്നെ വീണ്ടും കീഴടക്കുന്നതിന് മുൻപ് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് കുതിക്കും. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ടവറിൽ ചെക്ക് ചെയ്യുന്ന ഒരുത്തൻ അവനാണെങ്കിൽ ബൈനോക്കുലർ ഒക്കെ വെച്ച് ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഒരു കപ്പൽ അവന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. ഇവിടെ കണ്ണാടിപ്പയ്യൻ ആണെങ്കിൽ നന്നായിട്ട് അറിയാം ഇനി ഓടിയിട്ട് യാതൊരു കാര്യമില്ലാന്ന്. സോ എത്രയും വേഗം ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹൈഡൌട്ട് പ്ലേസിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ഒരു സർവൈലൻസ് മാൻ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുക, ഈ കപ്പല് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നതാണ്. അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് കണ്ണാടിപ്പയ്യൻ അവൻ പുറത്തേക്ക് നോക്കും. വലിയൊരു ഈ കപ്പല് ആ പൈററ്റ് ഐലാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരവിടേക്ക് എത്തേണ്ട താമസം അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരുപക്ഷെ എന്നെ സേവ് ചെയ്യാനായിരിക്കോ നേവി കപ്പലുകൾ ഇവിടേക്ക് വരുന്നത്. അങ്ങനെ സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ സംഭവിച്ച അതെനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനമാണ്. എനിക്ക് എന്നെ പോലും പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു മോശം അവസ്ഥയാണെന്ന് പറഞ്ഞ് അവരങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഇവിടെ നേവിക്കാരാണെങ്കിൽ ഒരുപാട് കപ്പലുകൾ കയറി അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടേക്ക് എത്തിയ നേവിക്കാര് അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സുകളെ എല്ലാം അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ തിരികെ ആ നേവിക്കാരെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അവർ ക്ലേ പോലെ രൂപമൊക്കെ മാറി മറ്റൊരു രൂപത്തിലായി തിരികെ അറ്റാക്ക് ചെയ്യും. ഇതാ ഇവിടെ ബിൽഡിങ്സ് എല്ലാം പതിയെ മൂവ് ആവാനായിട്ട് തുടങ്ങും. ആദ്യം അവർക്ക് അത് വിശ്വാസം തോന്നില്ല. പിന്നീട് അവർക്ക് മനസ്സിലാവും ആ ബിൽഡിങ്ങുകൾ പതിയെ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആ പൈററ്റ്സ് ആണെങ്കിൽ ശരിക്കും ആ ബിൽഡിങ്ങുകൾക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ അവറ്റകളുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും പൈററ്റ്സ് നേവി അഡ്മിറൽ ആയിട്ടുള്ള കുജക്കു പെണ്ണിനെ കാണിക്കുക. അവളാണെങ്കിൽ ചാട്ട കൊണ്ട് അടിച്ചാണ് ആ ബിൽഡിങ്ങുകളെല്ലാം അവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ പൈററ്റ്സുകളെ കണ്ട് വമ്പ പോസൊക്കെ ഇട്ട് അവരുടെ മുൻപിൽ വീണ്ടും ആ ബിൽഡിങ്ങുകൾ ആഞ്ഞടിക്കും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആ വില്ലന്മാരുടെ നടുവിൽ പെട്ടുപോവാണ്. കപ്പലിൽ ടഷിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റാരോടും അല്ല, സാക്ഷാൽ കാർപ്പിനോട്. കാർപ്പാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ആ ഒരു ഐലാൻഡിലേക്ക് ഇറങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.